ഞാൻ ഏകദേശം അതിൻ്റെ ഒരു വിഷ്വൽസ് ഒക്കെ ഡൽഹിയിൽ കാണുന്ന സമയത്ത് ഇത് ആദ്യം പറഞ്ഞു ഇതുവരെയും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വെദർ ഇറ്റ് ഈസ് ടെററിസ്റ്റ് അറ്റാക്ക് ആണോ അല്ലേ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു അനുമാനത്തിൽ, കാരണം ഈ ഒരു നോർമൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ഒരു 4-5 വെഹിക്കിള് പൊട്ടപ്പൊട്ടാന്ന് പറഞ്ഞ് പൊട്ടിയിരിക്കുന്ന ഒരു സീക്വൻസും പിന്നെ ഭീകരമായിട്ടുള്ള ഫയറിന്റെ ബോൾസുമാണ് അവിടുന്ന് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇതിപ്പോൾ അവർ സ്ഥിരീകരിക്കുന്നതിന് മുന്നേ തന്നെ ലെറ്റ് us come to the അനുമാനത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെററിസ്റ്റ് അറ്റാക്ക്. അപ്പൊ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അത്രയും ഭീകരമായിട്ടുള്ളൊരു 9, ഇപ്പം നേരത്തെ പറഞ്ഞതിനേക്കാൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് 9 പേര് മരിച്ചിരിക്കുന്നു, 10 പേര് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതിന് നമ്മൾ എങ്ങനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാന്ദിനി ചൗക്ക് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ വെരി തിക്ലി പോപ്പുലേറ്റഡ് ആൻഡ് ഭയങ്കര ഹെവി ട്രാഫിക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ഇല്ലെങ്കിലും ആളുകളുടെ ജനങ്ങള് ഏറ്റവും അധികം ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റുകളുടെയും ഒരു അട്രാക്ഷനാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഈ ഒന്ന് റെഡ് ഫോർട്ട് നേരെ മുമ്പിലുണ്ട്, ഇപ്പുറത്ത് ചാന്ദിനി ചൗക്ക്, ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ. അപ്പൊ അങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെ കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ ടെററിസ്റ്റ് അറ്റാക്ക്. നൗ ലെറ്റ് us ഗോ ബാക്ക് ടു വാട്ട് ഇറ്റ് ഈസ്. ഇതിനെ നമ്മൾ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പാകിസ്ഥാനിലുള്ളതല്ല, പക്ഷേ ദിസ് എ ബ്ലഡി ഹാൻഡ് ഓഫ് ദിസ് പാകിസ്ഥാനീസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് നമ്മുടെ ബിഗ് ബോസ്. അത് ഇതിപ്പം എങ്ങനെയായാലും ഇവിടെ കുറച്ചു കാലമായിട്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം ഇന്നലെ 2 ദിവസം മുന്നെയാണ് അവിടുത്തെ ആർമി ചീഫായിരുന്ന അലി ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട്, ആരാണ് ഈ അലിയാണ് ഈ വാറിന്റെ എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തതും ആ പേൽഗാമിലെ അറ്റാക്ക് നടത്തിയതെല്ലാം ആ അലി തന്നെയാണ് പിന്നീട് മുട്ടുകുത്തിയിട്ട്. അപ്പൊ അതിന്റെ വെഞ്ചിയൻസ് അയാളുടെ മനസ്സിലാക്കുന്നുണ്ട്. അയാളിപ്പോ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ ഒരു പുതിയൊരു സംഭവം നമ്മുടെ ഇന്ത്യയിലിപ്പം തുടങ്ങിയിട്ടുള്ള മറ്റേ BS റാവത്തിന്റെ ടൈമിൽ നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു അപ്പോയിന്റ്മെന്റ് ഇപ്പൊ പാകിസ്ഥാൻ ആർമിയും തുടങ്ങിയിരിക്കുന്നു. അത് ഈ അലിയിൽ കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ഈസ് എ കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫ്. ആ 3 ആർമി, നേവി, എയർഫോഴ്സ് 3ന്റെയും നേതാവായിട്ട് ഇരിക്കാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് 2 ദിവസം മുന്നേ കിട്ടിയിരിക്കണം. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹീസ് ബേഴ്സ് ആൻഡ് മുഷറഫ് പണ്ട് ഭയങ്കര അധികാരമോഹിയായിട്ടാണ് ഒരു കാർഗിൽ യുദ്ധം ഉണ്ടാക്കിയത്. ഇങ്ങനെ തല തിരിഞ്ഞിട്ടുള്ള കുറച്ചെണ്ണം അപ്പുറത്തുള്ളപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടേതായിട്ടുള്ള കംപ്ലീറ്റ് റെസ്പെക്റ്റും ആ ഒരു പേൽഗാമിന്റെ പേരിലുള്ള ഇന്ത്യയുടെ റിട്ടാലിയേഷൻ, നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള റിട്ടാലിയേഷൻ എന്ന് പറഞ്ഞാൽ ഹാമർ വെച്ചിട്ട് തലക്കടിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ പ്രഹരം അവർക്ക് കിട്ടുമെന്നുള്ള അവരൊരിക്കലും ചിന്തിച്ചില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിയാക്ഷനാണ് ഇമ്മീഡിയറ്റ്ലി അയാളെ കയറുന്നതിന് മുന്നേ തന്നെ ഇയാൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരുടെ ചാരന്മാർ ഓൾറെഡി ഇവിടെ സ്ലീപ്പിംഗ് സെല്ലായിട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യയില് പല സ്ഥലങ്ങളിലും ഈ ഒരു കിടപ്പുണ്ട്. ഇവരെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ അയാൾക്കൊരു കോള് മതി. ആ കോളിലാണ് ഇത് ഇങ്ങനൊരു ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഇതിപ്പോ നാളെ ഇന്നും കാലത്താകുമ്പോഴത്തേക്കും കൺഫർമേഷൻ കിട്ടും ഇറ്റ്സ് എ ടെററിസ്റ്റ് അറ്റാക്ക്. കാരണം ബാലിസ്റ്റിക് ചെക്കിങ് കഴിഞ്ഞാലേ അറിയുള്ളൂ ഇതിന്റെ എക്സ്പ്ലോസീവിന്റെ റീസൺ എന്താണ്, കോസ് എന്താണ്. അതിൽ നിന്ന് കുറച്ച് ഡെബ്രീസ് കിട്ടുമ്പോൾ അറിയാം ഇത് TNT ആണോ അല്ലെങ്കിൽ ആഡിക്സിന്റെ സ്റ്റിക്സ് ആണോ എന്താണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അറിയാം ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഏതായാലും ഇപ്പൊ വരും. ഇപ്പൊ ബ്ലാസ്റ്റ് എല്ലാം കണ്ട സ്ഥിതിക്ക് വി ആർ കമ്മിങ് ടു ദാറ്റ് കൺക്ലൂഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് കം ഫ്രം പാകിസ്ഥാൻ ആസ് എ വെഞ്ചിയൻസ്. ഇതിവിടെ ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനു മുന്നേ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റിട്ടാലിയേഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പേൽഗാം അറ്റാക്ക് നടന്ന സമയത്തും 10-14 ദിവസം എടുത്തു. അതിന്റെ എല്ലാം കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പബ്ലിക്കിന് പലതും അറിയില്ലെങ്കിലും അതിന് എനിക്കറിയാം എന്തുകൊണ്ട് ആ കാരണം എന്നുള്ളത്. അതുപോലെ ഇതും പെട്ടെന്നുള്ള ഒരു റിട്ടാലിയേഷൻ ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും വളരെ ഭീകരമായിട്ടുള്ള സെർച്ച് അവിടെ നടക്കും. ഡൽഹിയിൽ ഇവന്മാർ പുറത്തു പോകാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു കഴിഞ്ഞാൽ ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞ് ഇന്റർവേഷൻ നടത്താനുള്ള സമയത്തിനും വരയ്ക്ക് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യുമെന്നുള്ള അറിയില്ല. പക്ഷെ അത് കൺഫർമേഷൻ 2 ദിവസത്തിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും റിട്ടാലിയേഷൻ. ഒരു രാജ്യം ഇന്നിപ്പോ ഇന്ത്യ കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലും ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനായിട്ടുള്ള ഒരു വീക്ക് ശത്രുവാണ്, അധികം ശക്തിയില്ലാത്തൊരു ശത്രു. ഇതുപോലുള്ള ഈ കവ്വാരിസം ഭീരുക്കളുടെ ആക്ടാണ്. ഇതുപോലെ ടെററിസം എന്ന് പറയുന്നത് ഭീരുക്കളുടെ ആക്ടാണ്. അല്ല ധൈര്യമുള്ളവർ ഒരിക്കലും ചെയ്യില്ല. കാരണം അവനെ ഒളിച്ചു വെച്ചിട്ടുള്ള ബ്ലാസ്റ്റ് ചെയ്യല് ഇങ്ങനെയൊക്കെയാണ്. നേരിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യുന്നവരല്ല, ഇവരൊക്കെ ഭീരുക്കളാണ്. അപ്പൊ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ
ഭീകരരെന്ന് പേരേ ഉള്ളൂ. പക്ഷെ എല്ലാം ഭീരുക്കളാണ്. രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഇപ്പൊ അവിടുന്ന് നെട്ടോട് ഓടുമായിരിക്കും ഈ ബ്ലാസ്റ്റ് ചെയ്തവൻ. ഡൽഹിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇപ്പൊ രക്ഷപ്പെടാനുള്ള തന്ത്രം നോക്കുമായിരിക്കും. അതിന് മുന്നേ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഇത്രയും ഇത് CCTV ക്യാമറാസും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കാരണം ചാന്ദ്രി ചൗക്ക് പോലുള്ള ഒരു ഏരിയയില് മുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ CCTV ക്യാമറകൾ 99.9 CCTVകളും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നുള്ള തോന്നുന്നില്ല. പിന്നെ ഈ ഒരൊറ്റൊന്ന് നമ്മളിപ്പോ ഒരു അനുമാനത്തിൽ എത്തണമെങ്കിൽ അതിന്റെ ഒരു റീകൺഫർമേഷൻ എന്ന് പറഞ്ഞ ബാലിസ്റ്റിക് ചെക്കിംഗ് ആണ്. അപ്പൊ ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡെബ്രീസ് എടുത്തിട്ട് ഇതിന്റെ എക്സ്പ്ലോസീവ്സിന്റെ കാരണം ഏതാണ്, TNT ആണോ, RDX ആണോ, അതോ ജെലറ്റിൻ ആണോ, ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു ഭീകരത അറ്റാക്ക് ആണോ എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ്സ് എ ടെററിസ്റ്റ് അറ്റാക്ക്. അല്ല, ഗ്യാസ് സിലിണ്ടറിന്റെ ആണെങ്കിൽ ഡെഫിനറ്റ് ആ ഗ്യാസിന്റെ മാത്രമേ കാണുള്ളൂ. സോ അതിന് മാത്രം വെയിറ്റ് ചെയ്യുക. പേൽഗാം അറ്റാക്കിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൽഗാം അന്ന് അവർ തുടങ്ങിയത് ഇവിടുത്തെ ടൂറിസത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒരു കണക്ക് വരയ്ക്ക് ഇപ്രാവശ്യത്തെ ബ്ലാസ്റ്റില് അവര് രക്ഷപ്പെട്ടു അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 1.5 അത്ര എത്തിയിട്ടില്ല ഇപ്രാവശ്യം. ഇപ്രാവശ്യം കൂടണ്ടായിരുന്നു. അതിനെയാണ് ഇവർ ഈ ഭീകര ആക്രമണം കൊണ്ട് തടഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ ഒരു ഇൻസൾട്ട് പാകിസ്ഥാൻ കിടപ്പുണ്ട്. ആ ഇൻസൾട്ടിനെ ഒരിക്കലും ഒരു ബോർഡറിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധമായിട്ട് തന്നുകൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇതുപോലുള്ള ഈ അറ്റാക്കുകൾ നടത്തുന്നത്. പക്ഷെ ചാന്ദിനി ചൗക്ക് എന്നുള്ളൊരു സ്ഥലത്തിനെ ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിനകത്ത് 2 വശങ്ങളുണ്ട്. ബിക്കോസ് അവിടുത്തെ മാക്സിമം കച്ചവടക്കാരെ നോക്കി കഴിഞ്ഞാൽ ഇവർ പഞ്ചാബീസും ഹരിയാന ഈ സ്ഥലങ്ങളിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഇവിടെ. അത് ഇങ്ങോട്ട് റെഡ് ഫോർട്ടിന് അങ്ങോട്ട് വരുമ്പോഴാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കച്ചവടങ്ങൾ. അത് ജമാ മസ്ജിദിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. പക്ഷെ ഈ ചാന്ദിനി ചൗക്ക് ഇത് തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ടും. ഇത് സർദാർമാരുടെയും അതുപോലെ തന്നെ ഹരിയാന ജാട്ടുകൾ ഇങ്ങനെയുള്ളവരുടെ കച്ചവടക്കാരുടെ ബനിയാസിന്റെ ഏരിയ ആണ്. സോ അവിടെ ഇത് അറ്റാക്ക് ഇങ്ങനെ നടത്തിയിട്ടെങ്കിൽ അത് പോയിന്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലോട്ടാണ്. അല്ലാതെ ഇതൊരു ഖാലിസ്ഥാന്റെ കാരണമാണെന്നുള്ളത് തോന്നുന്നില്ല അപ്പത്. സോ ലെറ്റ് us all wait for whether ആ ബ്ലാസ്റ്റ് ഭീകര അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ചർച്ചയിൽ മുന്നോട്ട് നമ്മൾ പലതും സംസാരിക്കാൻ പറ്റും.